ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസും അത് തന്നെ എന്തെല്ലാം ഡിവൈസുകളാണ്, അതിൻ്റെ മൊത്തം ഡിവൈസ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഏകദേശം ഒരു 90% കോമൺ ആണ് വരുന്നത്. അതായത് ഇൻവെർട്ടറുകളെല്ലാം തന്നെ ഇൻവെർട്ടർ UPS ആണെങ്കിൽ ഏകദേശം കോമൺ ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ കാണുന്ന 2 വയറുകളുണ്ട്. ഈ 2 വയറുകളാണ് നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബാറ്ററി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി എന്ന് പറയുന്ന അതിലേക്ക് പ്ലസ്സിന് വേണ്ടിയിട്ട് ചുമപ്പ് വയറാണ് കൊടുത്തിരിക്കുന്നത്. ആ ചുമപ്പ് വയർ നമുക്ക് ബാറ്ററിയുടെ പ്ലസ്സിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ബ്ലാക്ക് വയർ കണ്ടോ, അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ. ആ ബാറ്ററിയുടെ പ്ലസ് വയർ ആ പറയുന്ന ചുവപ്പ് വയറാണ് നമ്മുടെ പ്ലസ്സിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് വയറാണ് ബ്ലാക്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ വരുന്നതാണ് അതിൻ്റെ മെയിൻ AC കേബിൾ വരുന്നത്. AC ഇൻ, അതായത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ ബൈപ്പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടും മെയിനായിട്ട് വരുന്ന കേബിളാണ് ഇത് വരുന്നത്. ഈ കേബിൾ നമ്മൾ നേരെ ഒരു പ്ലഗ് സോക്കറ്റ്, അതായത് നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്ത സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ടാവും. അതായത് റൈറ്റ് സൈഡ് ഫേസ് വരുന്ന രീതിയിലാണ് അത് കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് L എന്നും പിന്നെ ലെഫ്റ്റ് സൈഡ് N എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് എർത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിലുള്ള പ്ലഗ് സോക്കറ്റിലേക്കായിരിക്കണം നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. 6 ആംസിൻ്റെ ഉണ്ടാവും. ഇതിപ്പോൾ 13 ആംസിൻ്റെയാണ്, 16 ആംസിൻ്റെയാണ് വരുന്നത്. 16 ആംസ് 250 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ 16 ആംസിൻ്റെ പവർ പ്ലഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അതായത് നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത് ആ പറയുന്ന പ്ലഗ് സോക്കറ്റാണ്. ഇനി വരുന്ന അടുത്ത MCB ഔട്ട്പുട്ട്. നമുക്ക് എന്തെങ്കിലും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് MCB സെപ്പറേറ്റ് ഒരു MCB ഇതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ ഇൻവെർട്ടറുകളിലും ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പോൾ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് നമുക്ക് UPS മോഡ്, അതായത് സാധാ ഇൻവെർട്ടറിൻ്റെ മോഡ്. UPS മോഡ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ സിസ്റ്റമൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ മെമ്മറിയൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോകുന്നത് നമ്മൾ അറിയ പോലുമില്ല. ജസ്റ്റ് ഒരു ബ്ലിങ്കിങ് ആയിരിക്കും. അത് സിസ്റ്റം സെൻസ് ചെയ്യില്ല. അപ്പോൾ സിസ്റ്റത്തിനൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല. അത് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് UPS മോഡ്. പിന്നെ സോളാർ മോഡും KCB മോഡും. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന സ്വിച്ച്. നമ്മളിപ്പോൾ ഈ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത് സോളാറിന് വേണ്ടിയിട്ടുള്ള ഇൻവെർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ KCB നിന്നും ചാർജ് ചെയ്യാൻ പറ്റണം, സോളാറിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റണം. സോളാറിൽ എന്തെങ്കിലും പ്രകാശക്കുറവ് കൊണ്ട് ആംപിയറോ കറണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും കുറവ് വന്ന് വോൾട്ടേജ് കാര്യങ്ങൾ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് KCBയിൽ ഇട്ടിട്ട് വേണം ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ. വേണമെങ്കിൽ നമുക്ക് ഈ ഇൻവെർട്ടർ സോളാറിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി സോളാർ പാനൽ കണക്ട് ചെയ്യാതെ സാധാ ഇൻവെർട്ടറായിട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോളാർ മോഡിലേക്ക് ഇട്ടാൽ നമ്മൾ സോളാർ പാനലിൽ നിന്ന് ചാർജ് ആവും, ബാറ്ററി ചാർജ് ആവും. KCB മോഡിൽ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ KCB മോഡാണ്. KCB മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ KCBയുടെ കറണ്ട് കൊണ്ട് ബാറ്ററി ചാർജ് ആവും. ഇങ്ങനെ 2 ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഒരു പോർഷൻ നിങ്ങൾ കണ്ടു, അതാണ് അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ മെയിനായിട്ട് ഫ്രണ്ടിൽ വരുന്ന ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയാണ് ഈ കാണുന്നത്. ബാറ്ററിയുടെ പ്ലസ് മൈനസും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കണ്ടോ, മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പ്ലസ് എന്ന് മാർക്ക് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പറയുന്ന എണ്ണം കൂടിയ വയറാണ് നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇൻവെർട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഈ കാണുന്നതാണ്, ഫ്രണ്ടിൽ കാണുന്നതാണ് മെയിനായിട്ട് വരുന്ന ഇൻവെർട്ടറിൻ്റെ അല്ലെങ്കിൽ UPSൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്നത്. അതായത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ കോമൺ സിസ്റ്റമാണ് വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു കോമൺ സിസ്റ്റമാണ് മിക്ക ഇൻവെർട്ടറുകളിലും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാവുന്നത്. അതായത് ചിലപ്പോൾ സോളാർ കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി SPDT അങ്ങനെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇത് കോമൺ ആയിട്ട് വരുന്ന ഇൻവെർട്ടർ അല്ലെങ്കിൽ UPS ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻവെർട്ടറും അതിൻ്റെ UPSും അതിൻ്റെ ഏതൊക്കെ വയറുകളാണെന്നും എങ്ങനെയാണെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.